ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ മുന്നേ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് ക്രാഫ്റ്റിൻ്റെ ചെറിയ ഭാഗങ്ങൾ ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാമെന്നിട്ടൊരു വീഡിയോ ഇട്ടിന്. അങ്ങനെ ആ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് കോള് എന്നെ ഫോൺ കോളായിട്ട് എന്നെ വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അന്നേയുള്ളൊരാഗ്രഹമാണ് ഇനി ക്രാഫ്റ്റ് ചെയ്യുമ്പം അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം താല്പര്യമുള്ളവർക്ക്, കഴിവുള്ളവർക്ക് ചെയ്യാൻ താല്പര്യം, ഒരു ചെറിയൊരു വരുമാനം കണ്ടെത്താൻ പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്കും കൂടെ ഇതിൽ പങ്കാളിയാകാൻ വേണ്ടി എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റ് ഒന്ന് വിപുലപ്പെടുത്താൻ തീരുമാനിച്ചു. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 2019 ആ കൊറോണേൻ്റെ ആ ടൈമിൽ തന്നെയാണ് എല്ലാവരും ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അധികം ആൾക്കാർ. ഞാൻ അതിനെയും മുന്നേ ചെയ്തിട്ടുണ്ട്, പക്ഷെ അന്നേരമാണ് കുറച്ചും കൂടെ ഇതിലേക്ക് ഇറങ്ങുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്കതിനൊരു സ്വന്തമായിട്ട് ഒരു മേഖല കണ്ടെത്തണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനെക്കാളും കൂടുതൽ ആർക്കെങ്കിലും അതിൻ്റെ ഒരു ഭാഗമായി വേറെ കുറേ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, ഞാൻ കുറേ കോക്കനട്ട് ഷെല്ലിൻ്റെ പ്രൊഡക്റ്റാണ് ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. ഷെല്ലിൻ്റെ അല്ലാത്ത പ്രൊഡക്റ്റും ഞാൻ അങ്ങനെയുള്ള ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കോക്കനട്ട് ഷെല്ല് വെച്ചിട്ട് കുറച്ച് ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. അല്ല, കൂടുതലും മെഷീനറി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ക്രാഫ്റ്റിൻ്റെ എല്ലാ ഭാഗവും എല്ലാ ഭാഗവും ഇവിടെ നിന്ന് ചെയ്യാതെ കുറച്ച് ഭാഗങ്ങൾ പുറത്തുള്ള വെളിയിൽ ഇന്നിപ്പോൾ ചെയ്യാൻ പറ്റുന്നവർക്കൊണ്ട് ഞാൻ മുന്നേ പറഞ്ഞല്ല, അതുപോലെ ചെയ്യിക്കുക എന്നൊരു ഉദ്ദേശവും ഇന്നിപ്പോൾ ബാക്കിയുള്ളവർക്കൊരു ചെറിയ വരുമാനം കണ്ടെത്തുക എന്ന ഉദ്ദേശവും അതൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവർ എനിക്ക് കോക്കനട്ട് ഷെല്ലിൽ ഇങ്ങനെയുള്ളൊരു സംഭവമാണ് ഉണ്ടാക്കിയിട്ട് അയച്ചു തരേണ്ടതെന്ന് പറഞ്ഞാൽ ഫിനിഷിംഗ് ആയിരിക്കണം. ഇത് വ്യാസം ഏകദേശം 1 മിനിറ്റ് ഞാനൊന്ന് ചെക്ക് ചെയ്യാം. ഇത് കോക്കനട്ട് ഷെല്ല് റൗണ്ടിൽ കട്ട് ചെയ്ത് എടുത്തതാണ്. ഇത് ബഫ് ചെയ്തിട്ടുണ്ട്, ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ പറ്റുന്നവർക്ക് ഇത് ഫിനിഷ് ചെയ്യണമെന്നില്ല. ഫിനിഷ് ചെയ്തിട്ടും തരാം, ചെയ്യാതെയും തരാം. അതിന് രണ്ടിനും 2 തരത്തിലുള്ള റേറ്റ് ആയിരിക്കും ഞാൻ തരുന്നത്. അപ്പോൾ റൗണ്ടായിരിക്കണം, മാക്സിമം കറക്റ്റ് റൗണ്ടായിരിക്കണം. അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിരിക്കണം. സെൻറ്റർ ഹോള് വേണമെന്നില്ല, സെൻറ്റർ മാർക്ക് ചെയ്തിരിക്കണം, റൗണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ വ്യാസം 6 സെൻറ്റിയാണ് ഇതിൻ്റെ വ്യാസം, ഏകദേശം 6 സെൻറ്റി. 6 കുറവായിട്ടായാലും കുഴപ്പമില്ല. ഒരു 5 സെൻറ്റിയെങ്കിലും കിട്ടിയാൽ മതി, 5 സെൻറ്റിയാലും കിട്ടിയാൽ മതി. അപ്പോൾ ഇത് ചെയ്തെടുക്കുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ റൗണ്ടായിരിക്കണം എന്ന് മാത്രമല്ല, ഇത് എല്ലാ വശങ്ങളും നിലത്ത് എവിടെയാണ് ഇത് വെക്കുന്നത്, ഇത് എവിടെയാണ് വെക്കുന്നത്, അത് എല്ലാ ഭാഗവും കറക്റ്റായിട്ട് എല്ലാ ഭാഗവും സീറ്റിംഗ് ആയിരിക്കണം, കൊണ്ടിരിക്കണം. അതിൻ്റെ അടിഭാഗം എല്ലാ ഭാഗവും ലെവലായിരിക്കണം. അതുപോലെ തന്നെ സെൻറ്റർ കുറച്ച് പൊങ്ങിയതിനെ കൊണ്ട് കുഴപ്പമില്ല, ഫ്ലാറ്റ് ആയാലും കുഴപ്പമില്ല. പക്ഷേങ്കിൽ ഇതിൻ്റെ ഈ അടിഭാഗം കറക്റ്റ് സീറ്റിംഗ് ആയിരിക്കണം. എല്ലാ ഭാഗവും മാക്സിമം ടച്ച് ചെയ്യുന്നതായിരിക്കണം. അങ്ങനെയുള്ള ഇത് മാത്രമേ എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് വേറെ ഒന്നല്ല, ഇങ്ങനെയുള്ള വൈൻ ഗ്ലാസ്, അതിൻ്റെ അടിയിലത്തെ ഒരു പീസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നവർ ഒരു പീസ്, ഒരുപാടെണ്ണം ആദ്യം അയച്ചു തരണ്ടാവും, ഒറ്റ പീസ് എനിക്ക് അയച്ചു തരാം. ഞാൻ അഡ്രസ്സ് തരാം, അതുപോലെ ഫോൺ നമ്പർ കൊടുക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ, റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ ആ ഒരു കോൺടാക്റ്റ് നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കാം. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ, അങ്ങനെ താല്പര്യമുള്ളവർ ഒരുപാട് പേര് താല്പര്യപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം, മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, തുടർന്ന് അതിൻ്റെ ബാക്കി ഭാഗങ്ങളും അതുപോലെ തന്നെ ഇതെങ്ങനെ
മെഷീൻ നമുക്ക് ഹാൻഡ് മെയ്ഡ് അല്ലാതെ ഇത് എങ്ങനെ ചെയ്തെടുക്കാം താല്പര്യം കഴിവുള്ളവർക്ക് ഇത് ചെയ്തെടുക്കുന്ന രീതി വേണമെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. നന്നായിട്ട് ചെയ്യെങ്കിൽ മാത്രമേ അതിനെ കൊണ്ട് കാര്യമുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. ഇവിടെ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഞാൻ ചെയ്തത്. ഇത് കെമിക്കൽസോ അതുപോലെ അങ്ങനെ ഒന്നും ഉപയോഗിച്ച് പോളിഷ് ചെയ്തതൊന്നല്ല. ഇത് കംപ്ലീറ്റ് ബഫിങ് ആണ്. പിന്നെ എൻ്റെ ക്യാമറ അത്ര പക്ക ക്ലിയർ അല്ല, അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ച സംഭവങ്ങളാണ്. കാണുന്നില്ലേ, വലിയൊരു ചിരട്ടയാണ്. അല്ല, എൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ ഏകദേശം അതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. വലിയ ചിരട്ടയാണ്. അപ്പോൾ ഇതൊക്കെ പോളിഷാണ്, മെഷീനിൽ പോളിഷ് ചെയ്തെടുക്കുന്നതാണ്. ഇതൊക്കെ കറക്റ്റ് ഷേപ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ഇനി ബാക്കി അതിന് കാര്യങ്ങൾ ചെയ്യും. ഇതിൻ്റെയൊക്കെ ആ ലെഗിൻ്റെ അടിയിലുള്ള ആ റൗണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ചെയ്തു തരാൻ. അപ്പോൾ അത് കറക്റ്റായി ചെയ്ത് വരുന്നത് ഫോണിൽ ആദ്യം കോൺടാക്റ്റ് ചെയ്യുക. താല്പര്യമുള്ളവർ ഫോണിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ താല്പര്യവും കഴിവുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാനും ചെയ്യാനും പറ്റുമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ.